ADGP RSS കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് സർക്കാർ. വിവാദ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ DGPക്ക് നിർദ്ദേശം നൽകി. തൃശൂരിലും കോവളത്തും RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അന്വേഷണം. ADGPക്കൊപ്പമുണ്ടായിരുന്ന RSS നേതാവ് ജയകുമാറിന്റെ മൊഴിയെടുക്കും. ആരോപണമുയർന്ന 20 ദിവസങ്ങൾക്ക് ശേഷമാണ് വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. വിവരങ്ങളുമായി R ഋഷിപാലും റിനു ശ്രീധറും നമുക്കൊപ്പം. R ഋഷിപാൽ, ഗത്യന്തരമില്ലാതെയുള്ള ഒരു അന്വേഷണ പ്രഖ്യാപനം, അങ്ങനെയല്ലേ ഈ നീക്കത്തെ കാണാൻ കഴിയുക? സുജയ, ഒരു സംശയവുമില്ല. കാരണം ADGP MR അജിത് കുമാറിനെതിരെ ഭരണകക്ഷി MLA PV അൻവർ ആരോപണം ഉന്നയിച്ചിട്ട് ദിവസങ്ങൾ കഴിയുന്നു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പിന്നാലെ PV അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി. ഈ പരാതിയിൽ മറ്റു പല കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി തൃശ്ശൂരിലും കോവളത്തും നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒരു അന്വേഷണവുമില്ല. പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. IG-യും DIG-യും അടക്കമുള്ള വലിയ പോലീസ് സംഘമുണ്ട്. പക്ഷേ ഈ രണ്ട് കൂടിക്കാഴ്ചകൾ, രണ്ട് സ്ഥലത്ത് RSSന്റെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളുമായി എന്തിനാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP കൂടിക്കാഴ്ച നടത്തിയത് എന്ന ചോദ്യം അത് PV അൻവർ MLA ഉന്നയിക്കുന്നു. പിന്നാലെ പ്രതിപക്ഷം അത് ഉന്നയിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തൊട്ടു പിന്നാലെ രണ്ടാമത്തെ ആരോപണം ഉന്നയിക്കുന്നത്. രണ്ടിടങ്ങളിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്ന ആൾ ആരാണെന്ന് പറഞ്ഞാൽ കേരളം ഞെട്ടുമെന്നായിരുന്നു VD സതീശൻ പറഞ്ഞത്. പക്ഷേ ആരാണെന്ന് ഇതുവരെ പ്രതിപക്ഷ നേതാവ് വെളിപ്പെടുത്തിയിട്ടുമില്ല. ഏതായാലും വിവാദം ആളിക്കത്തുമ്പോൾ അതിനൊപ്പം CPI നേതാക്കളും രംഗത്തിറങ്ങുകയായിരുന്നു. ADGP കൂടിക്കാഴ്ച നടത്തിയത് തൃശ്ശൂർ പൂരം കലക്കാനാണ്, അവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണ്, മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണെന്നടക്കം പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിൽ അന്വേഷണം വേണം ADGPക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു CPI നേതൃത്വം. ഏറ്റവും ഒടുവിൽ CPIയുടെ മുഖപത്രമായ ജനയുഗത്തിലും ADGPക്കെതിരെ തുടർച്ചയായി മുഖപ്രസംഗങ്ങൾ എഴുതുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ. ഒടുവിൽ സർക്കാർ നിർദ്ദേശം നൽകുന്നു. സംസ്ഥാന പോലീസ് മേധാവിക്ക് അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അന്വേഷണത്തിനുള്ള പ്രധാന നിർദ്ദേശം നൽകുന്നു. അതിന് പിന്നാലെയാണ് മറ്റു നടപടികളിലേക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവർ നേരിട്ട് ADGPക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടവരാണ്. അതിൽ IG റിപ്പോർട്ട് ചെയ്യേണ്ട ആളാണ്. ഒപ്പം DIG-യും അന്വേഷണ സംഘത്തിലെ DIG-യും നേരിട്ട് ADGP ലോ ആൻഡ് ഓർഡർ MR അജിത് കുമാറിനെ റിപ്പോർട്ട് ചെയ്യേണ്ടവരാണ്. ഇവർക്ക് എങ്ങനെ ഒരു സത്യാവസ്ഥ, ഈ ആരോപണങ്ങളിൽ ഒരു നിജസ്ഥിതി കണ്ടെത്താൻ കഴിയും എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. PV അൻവർ അടക്കം ഈ ആരോപണം ഉന്നയിച്ചവരാകെ ഈ ചോദ്യം ഉയർത്തുന്നു. ഇനി CPI നേതൃത്വത്തിൻ്റെ നിലപാട് ഏറ്റവും നിർണായകമാണ്. കാരണം തൃശ്ശൂർ പൂരം കലക്കുന്നു, അവിടെ സുരേഷ് ഗോപിക്ക് വിജയിക്കാനുള്ള പാതയൊരുക്കുന്നു. ഇതിൽ ADGP MR അജിത് കുമാറിന് പങ്കാളിത്തമുണ്ടെന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുന്നു. പ്രതിപക്ഷം അതേ നിലപാട് വീണ്ടും ആവർത്തിക്കുന്നു. ആ ഘട്ടത്തിലാണ് സർക്കാർ ഈ അന്വേഷണത്തിനുള്ള കർശന നിർദ്ദേശം നൽകുന്നത്. പക്ഷേ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായ അന്വേഷണം നടത്താൻ പറ്റുമോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. അന്വേഷണത്തിൻ്റെ സമയപരിധിയും ഏതാണ്ട് അവസാനിക്കാറായി. ഇനി സമയപരിധി വർദ്ധിപ്പിക്കുമോ എന്നതടക്കം അറിയേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനവും നിർണായകമായിരിക്കും. സുജയ, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലടക്കം ഈ വിഷയത്തിൽ എന്താണ് നടക്കുന്ന ചർച്ച എന്നതും അറിയേണ്ടിയിരിക്കുന്നു. റിനു ശ്രീധരൻ നമുക്കൊപ്പം ഉണ്ട്.
ഒരു മാസത്തെ കാലാവധിയാണ് DGPയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം ADGPക്കെതിരെ അന്വേഷണം നടത്തുന്നത്. അതിനുള്ള കാലാവധി ഇപ്പോൾ 1-ാം തീയതിയോടുകൂടി അവസാനിക്കുകയാണ്. ഇതിനിടെയാണ് ഈ RSS BJP നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം അന്വേഷണത്തിന് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ A. ജയകുമാറിന്, അതായത് RSS നേതാവ് A. ജയകുമാറിനെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും തിരുവനന്തപുരത്തെ PHQ-ലെത്തി മൊഴി നൽകണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നോട്ടീസായി നൽകിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ എന്നാണ് മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതിൽ നിലവിൽ ഇപ്പോൾ വിവരം ഇല്ല എന്നുള്ളതാണ്. തൃശ്ശൂരിൽ ദത്താത്രേയ ഹൊസബിള്ളയുമായി ADGP കൂടിക്കാഴ്ച നടത്തുമ്പോൾ RSS നേതാവായിട്ടുള്ള ജയകുമാറാണ് ഒപ്പം ഉണ്ടായിരുന്നത് എന്നാണ് പുറത്തു വന്നത്. അത് അദ്ദേഹം അംഗീകരിക്കുകയും ADGP മുഖ്യമന്ത്രിയോട് അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് രാം മാധവ് BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തുമ്പോഴും ജയകുമാർ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജയകുമാർ ഒരു PR ഏജന്റിനെ പോലെ, അല്ലെങ്കിൽ RSSന്റെ ഉയർന്ന നേതൃത്വത്തിലുള്ള ആളാണെങ്കിലും BJP നേതാക്കൾക്ക് ഇലക്ഷനിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു PR ഏജൻസിയെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ നേമം മണ്ഡലത്തിൽ O. രാജഗോപാലെ വിജയിക്കുന്നതിന് ചുക്കാൻ പിടിച്ചത് ജയകുമാറാണ്. അത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയാണോ, അതായത് സുരേഷ് ഗോപിക്ക് ഏതെങ്കിലും തരത്തിൽ വിജയത്തിലേക്ക് വേണ്ടിയിട്ടുള്ള വഴിവെക്കുന്നതിന് വേണ്ടിയാണോ തൃശ്ശൂർ പൂരം കലക്കിയതെന്ന് അടക്കമുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷണ പരിധിയിൽ ഉള്ളത്. എന്തായാലും ഈ അന്വേഷണത്തിൽ കൃത്യമായി തന്നെ ADGPക്ക് ഏതെങ്കിലും തരത്തിൽ ഈ തൃശ്ശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ബന്ധമുണ്ടോ എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കാൻ അല്ലെങ്കിൽ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. തൃശ്ശൂർ പൂരത്തെ RSS നേതാവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും ഒപ്പം തിരുവനന്തപുരത്തെ BJP നേതാവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും ആണ് ഈ മൊഴികൾ രേഖപ്പെടുത്തുക എന്നുള്ളത്. എന്തായാലും അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് LDF-ലെ ഘടകകക്ഷികളുടെയും ഒക്കെ തന്നെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണോ ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും RSS BJP നേതാക്കളുമായിട്ടുള്ള ADGPയുടെ കൂടിക്കാഴ്ചയിൽ കൃത്യമായി തന്നെ അന്വേഷണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ തൃശ്ശൂർ പൂരം റിപ്പോർട്ട് സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ADGP സമർപ്പിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് DGP കൈമാറുമ്പോൾ കൃത്യമായ ഒരു ശുപാർശ കൂടി എഴുതി വെക്കുന്നുണ്ട് DGP. അതായത് ഈ ADGPയുടെ അന്വേഷണത്തിൽ തൃപ്തനല്ല എന്നുള്ളത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. 4 കാര്യങ്ങളാണ് ADGPയുടെ റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചപ്പോൾ DGP ശുപാർശയായി നൽകിയത് എന്നുള്ളതാണ്. അതായത് തുടരന്വേഷണം വേണമെന്നുള്ളതാണ്. ആ തുടരന്വേഷണത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലടക്കം അത്തരമൊരു കാര്യം പരാമർശിച്ചു പോകുന്ന സാഹചര്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും വരും ദിവസങ്ങളിൽ എന്തായാലും അത്തരമൊരു അന്വേഷണത്തിൽ കൂടി അല്ലെങ്കിൽ അത്തരമൊരു അന്വേഷണം കൂടി മുന്നോട്ട് പോകുന്നുണ്ടോ, ADGPക്ക് അപ്പുറം ഒരു തുടരന്വേഷണം തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും സംസ്ഥാനത്ത് രാഷ്ട്രീയപരമായും അല്ലാതെയും ഏറെ കോളിളക്കം അല്ലെങ്കിൽ ചർച്ച, സംവാദമൊക്കെ ഉയർന്നു വന്നൊരു സാഹചര്യമാണ് ഈ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇതിനെ തുടർന്നുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയർന്നു വരുന്നു. അതിന് ഒരു പരിധിവരെ മുഖ്യമന്ത്രിക്ക് ഇടപെട്ട് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നു. നിലവിൽ 4 കേസുകളിൽ ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയിൽ ഇപ്പോഴും ADGP MR അജിത് കുമാർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരമൊരു കാര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുത്തിട്ടില്ല. അത്തരമൊരു തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും നിലവിലെടുത്തിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സുജയ. ശരി, റിനു ശ്രീധർ, ഇക്കാര്യത്തിൽ